എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു, മറ്റൊന്നുമില്ലെങ്കിലും നടന്ന് കാണണം. പിന്നെ മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് ഞാൻ നിങ്ങളെപ്പോഴും പാട്ടുകൾ പാടിക്കൊടുക്കുമായിരുന്നു. അപ്പോൾ ഉമ്മ ഉപ്പ എന്ന് വിളിക്കൽ എങ്ങനെയൊക്കെ വിളിക്കൽ തുടങ്ങിയപ്പോൾ നമുക്ക് പ്രതീക്ഷയായി. പിന്നീട് എന്തോ ഒരു എന്താ പറയാ, വളരെ മിറാക്കിളായിരുന്നു പിന്നീട് നടന്നതെല്ലാം. പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി കണ്ടതില്ല നിന്നെയല്ലാതൊന്നുമീ പ്രപഞ്ചത്തിൽ, ഒന്നുമീ പ്രപഞ്ചത്തിൽ. ഏകദേശം ഒരു 2 വയസ്സ് വ്യക്തമായിട്ട് ഓർമ്മയില്ല. ആ സമയമാകുമ്പോഴേക്ക് എന്നോട് നടക്കാൻ തുടങ്ങി, പിന്നീട് നന്നായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പാട്ട് പാടി കാണിക്കണം. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് FBയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നമ്മളോട് വളരെ എന്താ മകളെ കണ്ടപ്പോൾ വിഷമമായി പോയി, എന്താ പറ്റുക, അങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും വരലാൻ തുടങ്ങി. ചില ആളുകൾ നമ്മളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ സഹതാപം കിട്ടുക, ലൈക്കുകൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കാഴ്ചയിൽ എൻ്റെ മകൾ ഞാൻ ദുനിയാവിൽ കണ്ട ഏറ്റവും വലിയ സൗന്ദര്യവതി എൻ്റെ മകളാണ്. അതിനുള്ള ഒരു സൗന്ദര്യത്തെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളുടെ കാഴ്ചക്കാണ് എപ്പോഴും കുറവുകൾ ഉണ്ടാവും, പക്ഷെ എൻ്റെ കാഴ്ചയിൽ എൻ്റെ മകൾക്കൊരു കുറവില്ല. അപ്പോൾ ഞാൻ ആളുകളുടെ കാഴ്ചയിൽ എപ്പോഴും കുറവുകളുള്ള ഒരു കുഞ്ഞായിട്ട് കാണുന്നു. അത് മാറ്റിയെടുക്കലാണ് എൻ്റെ ആവശ്യം. അപ്പോൾ നമ്മളെ മനസ്സ് സുന്ദരമാക്കി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചയും സുന്ദരമാവുന്നല്ലോ. ആ കാഴ്ചയിലൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാവുമെന്നൊക്കെ പറയായിരുന്നു. അത് കുറച്ചു കാലം ഞാൻ അങ്ങനെ ഒക്കെ പ്രവർത്തിക്കേണ്ടും പറയേണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ആളുകൾ ഒരു തെറ്റായ ധാരണ, അത് ലൈക്കിന് വേണ്ടിയാവുമെന്നൊക്കെ. ലൈക്ക് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് നമ്മളൊക്കെ ഇനി ഇത്ര കാലം എന്നുണ്ട്, എൻ്റെ മകൾക്ക് ഇനിയും സഞ്ചരിക്കാൻ എത്രയോ ദൂരം കിടക്കുകയാണ്, ഇനിയും ജീവിതം കിടക്കുക. അപ്പം ഞാനില്ലാത്തൊരു കാലം വന്നാൽ പോലും എൻ്റെ മകൾക്ക് സഹതാപമില്ലാതെ സഞ്ചരിക്കാനുള്ളൊരു ഊർജ്ജമാണ്. അത് നമ്മളെ ജനസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നാണ് കിട്ടേണ്ടത്. അതിനു വേണ്ടിയായിരുന്നു എൻ്റെ പ്രയത്നം എപ്പോഴും. പിന്നീട് അന്നമോള് ഒരു പാട്ട് പാടി. പിന്നെ അതിനു മുമ്പ് ഞാൻ ഇവിടെ ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ FBയിൽ ഒരു പോസ്റ്റ് ചെയ്തു. അതാണ് സത്യത്തിൽ പല ആളുകളുടെയും ആ ഒരു സഹതാപത്തിൽ നിന്ന് പകുതിയെങ്കിലും പറഞ്ഞത്. ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷ സുഖമൊന്നും മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലെന്ന്. കാരണം അന്നമോളിലൂടെ കിട്ടുന്ന ഒരു സന്തോഷ സുഖം. ഇവള് ഇപ്പോൾ പാവം പോലെ ഇരിക്കുന്നു കേട്ടോ. ഇവിടെ ഒരു ഭയങ്കര പോസിറ്റീവ് വൈബാണ്, എപ്പോഴും ചിരിപ്പിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒരിക്കൽ പോലും മറ്റൊരാൾക്ക് പറഞ്ഞത് മനസ്സിലാവില്ല ഞങ്ങൾ അനുഭവിക്കുന്ന സുഖ സന്തോഷം. പക്ഷേ പലപ്പോഴും നമ്മളെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്തിയിരുന്ന ഒരു സഹതാപ കണ്ണുകളായിരുന്നു. നമ്മൾ കല്യാണത്തിൽ ഒക്കെ പോയ സമയത്ത് ഭക്ഷണം പകുതിയോളം കഴിച്ചിട്ടൊക്കെ ഇറങ്ങി വരേണ്ടി വന്നു.